ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നമ്മൾ അങ്ങനെ യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ ഇൻ ട്രയർ, ജർമ്മനി. അപ്പം ട്രയർ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നൗ നമ്മൾ ട്രയറിന്ന് വി ആർ ഗോയിങ് ടു ലക്സംബർഗ്. യെസ്, ഇവിടെ നിന്നൊരു 1 hour ബൈ ട്രെയിൻ നമ്മൾ ലക്സംബർഗിലേക്ക് പോവുകയാണ്. ഒരു 100 meters പറഞ്ഞ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ എന്നുവെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മുടെ ഇവരുടെ ലോക്കൽ സ്റ്റേഷൻ. ആൻഡ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ട്രെയിനുണ്ട്. ഇപ്പം 9:30 ആയി. 9:35 നമുക്ക് ഡയറക്റ്റ് ലക്സംബർഗിലേക്ക് ട്രെയിനുണ്ട്. ഒരു ബസ് വന്ന് ഇവിടെ എല്ലാ സമയത്തിൻ്റെ കാര്യത്തിൽ പക്കയാണ്, ഒരു സീനുമില്ല. അവരുടെ ഈ വഴിയിലാണ് ഇവരുടെ വീട്. ആ വഴിയിൽ അങ്ങനെ പോയിട്ടാണ് ഇവരുടെ വീടുള്ളത്. ഇങ്ങനെ ആ വഴിയിലാണ്. ആക്ച്വലി ശരിക്കും ഭയങ്കര ഒരു സൈലൻറ്റ് ഓറിയൻറ്റഡ് പ്ലേസാണ് കേട്ടോ. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൈലൻസാണ്. ഇപ്പോൾ കാലത്തായതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ ഇങ്ങോട്ട് ഇറങ്ങിയോണ്ട് വണ്ടികളൊക്കെ പോകുന്നു. ഇവരുടെ അവിടെ അങ്ങോട്ട് ഭയങ്കര സൈലൻ്റാണ്. യെസ്, എന്താ ഗ്ലാസ് കിട്ടിയോ ചേട്ടാ? യെസ്, ഗ്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. വന്നു. നമുക്ക് ടിക്കറ്റ് എടുക്കണ്ടേ? നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. ട്രെയിനല്ലേ? അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു ഈ ട്രെയിൻ. ആക്ച്വലി ഇടയ്ക്ക് നിർത്തി നമ്മളങ്ങനെ ലക്സംബർഗിലേക്ക് എത്തിക്കുകയാണ്. യെസ്, ഫ്രം ജർമ്മനി. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ എടുത്ത് ഈ ട്രെയിനിലാണ് വന്ന്. ഇത്തിരി സ്ലോ ആയിരുന്നു. നമ്മുടെ അവിടെ പാസഞ്ചർ പോലെയായിരുന്നു. നിർത്തി പയ്യപ്പ് വന്നു. അപ്പോൾ നമുക്ക് ലക്സംബർഗ് പോലെ വെച്ചിട്ടോ. യെസ്, ലക്സംബർഗിൽ നമ്മൾ കുറച്ച് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എന്താ കല്ലാണോ? സ്റ്റേഷൻ്റെ പുറത്ത് കിടക്കട്ടെ. നമുക്കതിനൊന്നും സൗകര്യമുണ്ടല്ലോ. ട്രെയിനിലാണെങ്കിലും സൈക്കിൾ കൊണ്ടുപോകാം. ഇവരാരാ? ഓഹോ, ഇത് പോലീസുകാരോട് പിടിക്കാനുള്ള. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ലക്സംബർഗിൽ കാലുകുത്തിയേക്കാണ്. നമുക്ക് ആദ്യം പോയി മസാല ദോശ കഴിക്കാം. ഇതിന് കുറേ ഇന്ത്യൻ ഫുഡ് കഴിക്കണം ഞാൻ ഇവിടെ വന്നത്. പക്ഷെ നമ്മൾ എവിടെ? ഓ യെസ്, ലക്സംബർഗിനെ പറ്റി പറയുകയാണെങ്കിൽ ലക്സംബർഗ് അറിയില്ല എന്താണ് റിച്ചസ്റ്റ് GDP വൈസ് ആൻഡ് പോപ്പുലേഷൻ വൈസ് റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാറുകൾ ഓൺ ചെയ്യുന്ന ഒരു സിറ്റിയാണ്. അതായത് 100 പേരെടുത്താൽ ഇവിടെ ഒരു 60-70 കാറുകളുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഫ്രീ ആണ്. അത് പബ്ലിക്കിനാണെങ്കിലും ടൂറിസ്റ്റിനാണെങ്കിലും ഇവിടുത്തെ റെസിഡൻസിനാണെങ്കിലും ടൂറിസ്റ്റിനാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ട്രെയിൻ, ട്രാം, ബസ് എന്താണെങ്കിലും ഫ്രീ ആണ്. 5 പൈസ കൊടുക്കണ്ട. യെസ്, അത് എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു സ്ഥലത്തും തോന്നുന്നു. സെക്കൻഡ് ഇവിടെയാണ്. പിന്നെ വേറെ ഏതൊരു സ്ഥലത്തും കൂടെ അങ്ങനെ കുറച്ച് സ്ഥലത്തുള്ളൂ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ഫ്രീ ആയിട്ടുള്ളത്. അതിലൊരു സ്ഥലമാണ് ലക്സംബർഗ്. അങ്ങനെ അടിപൊളി സ്ഥലമാണ്. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുറച്ച് നമ്മൾ നോക്കുമായിരുന്നു എങ്ങനെ ഇവിടെയൊക്കെ പോകണമെന്നുള്ളത്. നമ്മളിപ്പം പോകാൻ പോണത് ഇവിടുത്തെ ഫേമസ് കത്തീഡ്രലാണ്, നോർത്ത് ഡാം കത്തീഡ്രൽ. അപ്പം അവിടെ നിന്ന് നമ്മുടെ അവിടെ നിന്നൊരു ബ്രിഡ്ജിൻ്റെ വ്യൂ ഒക്കെ കിട്ടും. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ്. അപ്പം ഇവിടെ ഏതെങ്കിലും ട്രാം പോകണം. നമ്മൾ ട്രാം 10, 14, 13 ഒക്കെ അങ്ങോട്ട് പോകുന്നത് നമ്മൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്നെ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ ട്രാം ലിസ്റ്റൊക്കെ ഇവിടെ ഉണ്ട്, എങ്ങനെ എത്ര ഇതിലിവിടെ വരുന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ സീറ്റൊക്കെ ഇവിടെ കുറേ ബാൽക്കണീസുള്ള ഏരിയ ആണ്. എന്താ പറയുക, യൂറോപ്പിലെ
ബ്യൂട്ടിഫുൾ ബാൽക്കണി ഇവിടെ ഒരു സ്ഥലമുണ്ട്, നമ്മളിവിടെ പോകുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് ഒന്ന് പോയേക്കല്ല, നമ്മൾ അവിടെ എല്ലാവരും കുറേ പേര് കണ്ടു. ആ കാണാണോ കത്തീഡ്രൽ? കത്തീഡ്രൽ എത്രയോ മാപ്പ് നോക്കിയോ, അതാണോ? അവിടുത്തെ എക്സ്പെൻസ്, ഇവിടുത്തെ സാലറി. യെസ്. പിന്നെ വേൾഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോയിങ് വേജ് കിട്ടുന്ന ഒരു കൺട്രിയും കൂടിയാണ് കേട്ടോ ലക്സംബർഗ്. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉള്ള കൺട്രിയാണ്. ഇവിടുത്തെ റൂളിങ് എങ്ങനെയാണ്? കിങ്ങാണ് ഇവിടുത്തെ? അല്ലല്ലോ, ഇവിടെ ഇപ്പോഴും മറ്റേ ആ ഗ്രാൻഡ് പാലസിൽ പ്രസൻറ്റ് മൊണാർക്ക് എന്തോ താമസിക്കുന്നുണ്ട്. അത് നോക്കണം എന്താണെന്നുള്ളത്. അപ്പോൾ അതെന്താണ്, ഇവിടെ കുറേ ഇങ്ങനത്തെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. കൊള്ളാം. അത് നമ്മുടെ ഉള്ളതാണ്, മോണിമെൻ്റ് ഓഫ് റിമംബറൻസ് ആ സാധനം. അത് നമ്മൾ നമ്മുടെ ലിസ്റ്റിലുള്ള സാധനമാണത്. ഓഹോ, അപ്പം എല്ലാം ഈ ഏരിയയൊക്കെ തന്നെയാണോ? ഇതാണ് അഡോൾഫ് ബ്രിഡ്ജ്. സിറ്റി ഭയങ്കര അതെ. ഇതിപ്പോൾ എല്ലാം ഒരുമിച്ച് കണ്ടോ? യെസ്. നമ്മൾ ഇതും ഇങ്ങനെ ആക്ച്വലി വരാം നമുക്ക്. കത്തിരട് ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഏരിയ താഴത്ത്. പറ്റില്ല, ആരുമില്ലല്ലേ? യെസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ലാൻഡ് മാർക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാ കാണാണ് അഡോൾഫ് ബ്രിഡ്ജ്. പക്ഷേ ഇതിലൊരു ട്രാം പോകുന്നുണ്ടല്ലോ, അതാണ് കുറച്ചുകൂടി ഭംഗി. ഇതല്ലേ? ഇതാണ് യെസ്. രസമുണ്ടല്ലേ കാണാൻ? അടിപൊളി. ഇത് ഭയങ്കര പഴയ ഒരു ബ്രിഡ്ജാണ്, ഇവിടുത്തെ ഒരു മെയിൻ ലാൻഡ് മാർക്ക് കൂടിയാണ്. ഇവിടെ വലിയ ലക്സംബർഗിൻ്റെ ഫ്ലാഗ്, യൂറോപ്യൻ്റെ ഫ്ലാഗ് താഴത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റണം കേട്ടോ, താഴത്തേക്ക്. നമുക്ക് നോക്കാം. ഇതാ ട്രാമ്പോണ്, അതാണ് അതിൻ്റെ ഭംഗി. അടിപൊളി. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് ആ ബ്രിഡ്ജിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് വി ആർ മൂവിങ് ഫ്രം ഹിയർ. ആൻഡ് നമ്മൾ അടുത്തത് ആ കാണുന്ന അതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ഒരു ലാൻഡ് മാർക്ക്, ദാറ്റ് ഈസ് കോൾഡ് ആസ് റിമെമ്പർ ഓഫ് മോണിമെൻറ്റ്സ്. അത് വേൾഡ് വാറിൽ മരിച്ച, അതായത് ഇവിടുത്തെ സോൾജേഴ്സിൻ്റെയും ആൻഡ് ഇവിടുത്തെ ആൾക്കാരും മരിച്ചവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിത ഒരു മോണിമെൻ്റാണത്. ലൈക്ക് നമ്മുടെ ഒരു ഇന്ത്യ ഗേറ്റ് പോലെ ഒരു ഇതാണത്. അതിൻ്റെ മുകളിൽ ലേഡി വിത്ത് എ ക്രൗൺ, അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ. യുനോ ജിറ്റോ? യാ, അതെ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഫ്രീ ആയിട്ട് ഇവരിങ്ങനെ ചെയർ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആൾക്കാർ നമ്മൾ ആദ്യം വിചാരിച്ച് ഇവിടുത്തെ കഫേയുടെ എന്തെങ്കിലും ആയിരിക്കുന്നു, പക്ഷേ ജസ്റ്റ് ഇട്ടേക്കണമെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഇട്ടണമെന്ന് അറിയില്ല, എന്നാലും കൊള്ളാം. ആൻഡ് ഇതാണ് റിമെമ്പർ ഓഫ് മോണിമെൻറ്റ്സ്. ഇതിൻ്റെ മുകളിലാണ് ലേഡി വിത്ത് ക്രൗൺ എന്നാണിതും. പിന്നെ ഇതിൻ്റെ താഴത്തും ഒരു ഇതുണ്ട്. ഇതും ഇവിടുത്തെ ഒരു ഫേമസ് ലാൻഡ് മാർക്ക് സ്പോട്ടാണ്. ഇതെല്ലാം അടുത്ത് തന്നെയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഏരിയയിൽ. അതായത് നമ്മുടെ കത്തീഡ്രലാണ് ആ കാണുന്നത്. ഓക്കെ, ആ കാണുന്ന കത്തീഡ്രൽ, ഇതും നമ്മുടെ മോണിമെൻറ്റ്. പിന്നെ അവിടെ അറ്റത്ത് കാണുന്നതാണ് അഡോൾഫ് ബ്രിഡ്ജ്. വെയിലുണ്ട്. മനസ്സിലായ സംഭവം എന്താണ്? അതാണ് അമ്പോ റീലെടുക്കാനാണോ? യെസ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ നെക്സ്റ്റ്, അയ്യോ അത് അടച്ചേക്കാനാണോ? അയ്യോ എന്തുറ്റി? യെസ്, നോട്ട് സർപ്രൈസ്ഡ്. അങ്ങനെ അതെ, എച്ച് പള്ളിക്കെട്ട് അത് അങ്ങനെ വരുള്ളൂ.
ഇതെന്തോ അടച്ചു ഗൈസ്. ലൈക്ക് ഇനിയിപ്പോൾ അറിയില്ല അപ്പുറത്തെ എൻട്രൻസ് ആണെന്ന് അറിയില്ല. ഇവിടെ മേ ബി ഇന്നെന്തോ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് പള്ളിയുടെ മുമ്പിൽ വൻ ഫോട്ടോഗ്രാഫി. അതോ ഈ സൈഡിലെ എൻട്രൻസ് ക്ലോസ് ചെയ്യുന്നതാണോ? ഗൈസ്, ഈ പള്ളി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗോത്തിക് ആർക്കിടെക്ചറിലുള്ള പള്ളിയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ബൊഹീമിയൻ കിങ്ഡത്തിൻ്റെ ഒരു കിങ്ങിൻ്റെ ടോംബ് ഇവിടെ ഉണ്ട്. ആക്ച്വലി ശവകുടീരം ഈ പള്ളിയിലാണ്. വളരെ ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു പള്ളിയും കൂടിയാണിത്. ഇവിടെ എന്താ സൗണ്ടൊക്കെ വന്നുണ്ടല്ലോ. അതൊക്കെ സ്പീക്കേഴ്സ് ആണോ തോന്നുന്നത്. കൊയർ പ്രാക്ടീസ് ഉണ്ടോയെന്ന് തോന്നുന്നു. ആക്ച്വലി ആ കാണുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ലൈക്ക് നമ്മുടെ ഒരു ഓർഗൻ എന്ന് പറയാൻ പറ്റില്ല, സംവാട്ട് ലൈക്ക് ദാറ്റ്. അപ്പം ആക്ച്വലി നമ്മുടെ സാൻ സിമ്മർ ഉണ്ടല്ലോ, ലൈക്ക് നമ്മുടെ ഇൻഡസ്ട്രിയലിൻ്റെയും നമ്മുടെ അതിൻ്റെയൊക്കെ മ്യൂസിക് പുള്ളി ഇത് വെച്ചിട്ട് ഒരു റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് ഈ പള്ളി തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് പുള്ളി മൈക്കൊക്കെ വെച്ചിട്ട് ഇതിൽ നിന്നുള്ള ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഒരു ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണത്. നമ്മൾ അവിടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങട്ടോ. ഇവിടെ എന്താണ്, അവിടെയാണ് നമ്മൾ ടോമ്പുള്ള. ഇത് മറ്റേ നിത്യാരാധന ചാപ്പലെന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. മോനെ എന്താണ് സീനാണല്ലോ. ഇവിടെ എന്താടാ ഇതെന്തത്? ഇതാണോ മറ്റേ രാജാവിൻ്റെ ആണോ? ഇവിടെ അങ്ങേരുടെ ഷോക്കലുള്ളത് മറ്റേ ബൊഹീമിയൻ കിങ് ആ മച്ചാൻ്റെ ആണോ? ഇവിടെ എഴുതി വെച്ചിട്ടില്ലൊന്നും. ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പള്ളി നോർത്ത് ഡാം ഇവിടെ നിന്ന് നീങ്ങാം നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക്. അടുത്ത ലൊക്കേഷൻ നമ്മുടെ ലിസ്റ്റിൽ എന്താണെന്ന് നോക്കട്ടെ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആപ്പിൾ ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ ഒരു ക്ഷീണം വന്നു അല്ലേ ഏറ്റവും. എടാ അത് സിറ്റി സെൻ്റർ ആണോ ആ ഭാഗത്തേക്ക്? ഓ മൈ ഗോഡ്, നമ്മൾ ആപ്പിൾ ജ്യൂസ് അടയ്ക്കുന്ന കടയിൽ നിന്ന് കുറച്ച് ദൂരത്തായി. ശരണവൻ ആണ് എന്ത് ഇവിടെ ശരണവന് പോണില്ല. എന്ത് സ്വഭാവടാ നീ, നാളെ വീട്ടിൽ പോകും. ഇവർ നമ്മളെടാ എനിക്ക് വേണ്ട, ഇയാൾക്ക് ഇവിടെ ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാണ്. ട്രൈ ചെയ്യണം, ഞങ്ങൾ മാസത്തിലേക്ക് വരുന്നു. ഇന്ത്യൻ ഫുഡ് കഴിക്കാനോ? ഓഹോ അങ്ങനെ. അന്ന് നീ അടുത്ത മാസം വരുമ്പോൾ കഴിച്ചു. പോർക്കിൻ്റെ ഒരു ഐറ്റമാണ് ഇവിടുത്തെ ഒതൻറ്റിക്ക്. അത് റാപ്പല്ലോ. ഇതെന്തോ വീക്കെൻഡ് മാർക്കറ്റാണോ? കിട്ടും
കൊള്ളാം. ആപ്പിള് 2 കിലോ മേടിക്കണം ചുറ്റോ വീട്ടിലേക്ക്. ഇത് ബാറെന്തോ ഉണ്ടോ, ഇത് മീനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഉണ്ടോ. സിറ്റി സെൻറ്റർ ഷോപ്പിംഗ് സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണണമല്ലോ. യെസ് ഫ്രണ്ട്സ്, നമ്മൾ അവിടെ ആ ഒരു കാണുന്ന കഫേയിൽ കയറി നമ്മൾ ചെറുതായിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചു. നമ്മൾ വി ആർ കണ്ടിന്യൂയിങ്. ഇവിടെ ഇതൊരു വീക്കെൻഡ് മാർക്കറ്റ്, അപ്പോൾ നമുക്ക് സോവിനിയർ മേടിക്കണം, പിന്നെ ഇവന് എന്തൊക്കെയോ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് തപ്പി അടക്കാണ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഗ്രാൻഡ് പാലസ് പോകാണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബങ്കറുണ്ട് സെക്കൻഡ് വേൾഡ് വാർ, പിന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബാൽക്കണി എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബാൽക്കണി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയും കൂടി പോകാനുണ്ട്. പിന്നെ നമുക്ക് ഒതൻറ്റിക് ഡിഷ് കഴിക്കണ്ട അല്ലേ ചിറ്റോ? പോർക്ക് നമ്മളൊരു കഫേ കണ്ടു വെച്ചിട്ടുണ്ട്, അവിടെയും പോകാം. ലെറ്റ്സ് ഗോ. നമ്മളിങ്ങനെ ലക്സംബർഗ് വീക്കെൻഡ് മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബർഗർ കിങ് ഉണ്ട് അവിടെ. കൊള്ളാലോ, ഇവിടെ ഒരു ഇതുണ്ടല്ലോ, എന്തോ ഒരു മോണുമെൻ്റ് പോലെ ഉണ്ട്, രസമുണ്ട് കാണാൻ. ഗൈസ്, ആ കാണുന്ന കഫേയാണ് നമ്മൾ നോക്കി വെച്ചത്, ഗ്രാൻഡ് കഫേ. അവിടെ നമുക്ക് ഇനി സീറ്റ് കിട്ടാമോ, പ്രയർ ബുക്കിംഗ് വേണ്ടി വരും ചിലപ്പോൾ, നമുക്ക് നോക്കാം. അവിടെ ചുറ്റും അവിടെ തിരക്ക് നോക്കി, അവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആണല്ലോ. ആദ്യം നമുക്ക് നോക്കിയിട്ടോ. ഇവിടെ കുറേ സോനിയേഴ്സ് ഉണ്ട്. ലക്സംബർഗ്, ഇത് രസം. ഇത് അങ്ങനെ എത്ര എഴുതിയിട്ടില്ല, അവിടെ എഴുതി 5 യൂറോ. എത്ര ഇല്ല. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കാനാണ്. ഇത് കാണുന്നതാണ് ഇവിടുത്തെ ഗ്രാൻഡ് പാലസ്. ഇപ്പോൾ ഇവിടുത്തെ കറൻറ്റ് മൊണാർക്ക് ഈ ഗ്രാൻഡ് പാലസിൽ ലിവിങ്. പുള്ളിയുടെ പേര് ഫ്രം കറക്റ്റ് ഡ്യൂക്ക് ഹെൻറി എന്നെന്തോ ആണ് പുള്ളിയുടെ പേര്. പുള്ളി ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ കറൻറ്റ് മൊണാർക്കാണ്. ഇതും ഇവിടുത്തെ ഒരു ഫേമസ് ഇതാണ്, എൻട്രൻസ് സീനാണ്. മേ ബി ഉള്ളിലേക്ക് നല്ല ഏരിയ ഉണ്ടാവും. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. അതിനുള്ളിൽ ഷാൻലിയറൊക്കെ കാണാം നമുക്ക്. പൊളി. നമ്മൾ നേരത്തെ വന്ന ആ റെസ്റ്റോറൻറ്റ് ലാ ബുച്ചർ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇവർ പറഞ്ഞ പോർക്ക് ഐറ്റംസ് ഒക്കെ തീർന്നു എന്നാണ്. പിന്നെ പറയേണ്ടത് ഇവർക്ക് ഒറ്റൊരു ഡിഷ് മെനുകളുള്ളൂ, അത് കഴിഞ്ഞു എന്ന് പറയണം. ബാഡ് ലക്ക്. പക്ഷേ ഇവിടുത്തെ ബീഫ് സ്റ്റീക്കും ഭയങ്കര ഫേമസ് ആണ്. രുചിയിലും എല്ലായിടത്തും നല്ല നമ്മൾ സ്റ്റീക്ക് വന്നിട്ടുണ്ട്, ഒതൻറ്റിക് സ്റ്റീക്ക് കഴിക്കാം. നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ മീഡിയം അല്ല പറഞ്ഞത്, മീഡിയം കുട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. വെയിറ്റിംഗ് ജിറ്റോ വൈബല്ലേ. ഇവിടുത്തെ നമ്മൾ ഔട്ട്ഡോർ സീറ്റിംഗ് ആണ്, ഇവിടെ അതുള്ളൂ. പിന്നെ അകത്തിരിക്കാം, എന്തായാലും കൊള്ളാം. ഇതാണ് ഇവിടെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത ഡിഷിന് എത്ര 16 15 18 എന്തോ. ഇവർ പെപ്പറൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക്. പെപ്പർ പിന്നെ സോസ് കൊണ്ടുവച്ചു. അപ്പം നമുക്ക് നോക്കാം, ഡിഷ് വരട്ടെ. അപ്പം നിങ്ങളും ഇവിടെ വരുമ്പം ഇവിടെ നിന്ന് കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ പല കഫേസ് ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കഫേ. പിന്നെ അപ്പുറത്തൊരു കഫേ ഉണ്ട്, അതിന് തൊട്ടപ്പുറത്ത് ലാൻഡ് ഗ്രാൻഡ് കഫേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ അവിടെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഒരു ബുക്കിംഗ് ആണ് മൊത്തത്തിൽ. സോ നമ്മളത് അതിൻ്റെ തൊട്ടിപ്പുറത്താണത്, ലാ ബുച്ചർ എന്ന് പറഞ്ഞിട്ട്. ഡിഷ് വരട്ടെ, വെയിറ്റിംഗ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഡിഷ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഫുഡ് കൊള്ളായിരുന്നു, അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റീക്ക് അയച്ച് നമ്മൾ ആ ബാൽക്കണിയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആ പാട്ടാന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം
അപ്പോൾ ഇതാണ് യൂറോപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബാൽക്കണി എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ പേരാണ് ദി ക്രോണിക്കൽ. അപ്പം ആ താഴെ കാണുന്നത് ആക്ച്വലി ഓൾഡ് ടൗൺ ആണ്. അതിനെ പറയുന്നത് ഗ്രൂണ്ട് എന്നാണെന്നാണ് എൻ്റെ അറിവ്. നമുക്കങ്ങനെ താഴെ ഇറങ്ങി അങ്ങോട്ട് പോവാം. ദിസ് ഈസ് ഓൾഡ് ടൗൺ ഓഫ് ലക്സംബർഗ്. ആൻഡ് അവിടെ എന്തോ ഒരു പഴയ ഒരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്ത്. എന്തായാലും കൊള്ളാം, ഈ ഭംഗിയുണ്ട് കേട്ടോ. കണ്ട ലേക്കൊക്കെ ഉണ്ട്. പൊളിപ്പൊളി. ഒരു ട്രെയിനൊക്കെ പോകണ്ടല്ലോ അവിടെ. എടാ ട്രെയിൻ നോക്കിയാടാ, പച്ച ട്രെയിൻ പോകണമെങ്കിൽ അത് കൊള്ളാം. ഫ്രണ്ട്സ്, നമ്മുടെ ലക്സംബർഗ് എക്സ്പ്ലോറേഷൻ ഏകദേശം ഇറ്റ്സ് ഡൺ. എനിക്ക് ബസ് 5:30ക്കാണ്. ജിറ്റോന് ട്രെയിൻ 4 മണി 4:15 ആകുമ്പോൾ തിരിച്ച് ട്രെയറിലേക്ക് ഉണ്ട്. ആൻഡ് ഞങ്ങൾ പിരിയുകയാണ് ഗൈസ്. അയ്യോ മതി. അപ്പം നമുക്ക് എനിക്ക് സമയമുണ്ട്, പക്ഷെ എന്നാലും ഇനി പോവാം. ഇനി വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ലാൻഡ് മാർക്സ്. പിന്നെ അങ്ങോട്ട് ഓൾഡ് ടൗൺ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള മൂഡില്ല. ആ മുകളിൽ നിന്ന് കണ്ടാൽ തന്നെ ഉള്ളൂ. So yeah, okay man, next time. So that's it guys, നമ്മുടെ ലക്സംബർഗ് എക്സ്പ്ലോറേഷൻ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളിപ്പം ബസ് വരുന്ന പോയിന്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതാണ്, ഇവിടെയാണ് ബസ് വരുന്നത്. നമ്മൾ ട്രെയറിലേക്ക് പോയപ്പോൾ, ജർമ്മനിലേക്ക് നമ്മൾ പോയപ്പോഴും ലക്സംബർഗ് വഴി തന്നെയാണ് വന്നത്. ആ ബസ് അന്ന് അവിടെ നിർത്തിയായിരുന്നു. സോ നമുക്കിനി കുറച്ചും ഉണ്ട്, ഒരു 3/4 മണിക്കൂറോളം മേലെ ഉണ്ട് ബസ്. നമ്മൾ നേരത്തെ എത്തിയെന്നുള്ളൂ. സോ യപ്പ്, അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഹോപ്പ് യു ലൈക്കിംഗ് ദ വീഡിയോ. ബൈ.